നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് 3 സവാള, ഒരു 10 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയൊരു പിടുത്തം മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ. ആ കൂടെ കുറച്ച് പെരിഞ്ജീരകവും കൂടെ ചേർക്കണം കേട്ടോ. പെരിഞ്ജീരകം അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇതുണ്ട് പെരിഞ്ജീരകവും കൂടെ ചേർത്ത് ഈ സവാളയും പെരിഞ്ജീരകവും വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞിട്ടാൽ നല്ലതാണ്, അല്ലെങ്കിൽ ഇഞ്ചി അരിഞ്ഞിടുകയോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചിടുകയോ ചെയ്താൽ മതി. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, മെയിനായിട്ട് വേണ്ടത് പെരിഞ്ജീരകവും മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുക്കറിൽ വേവിച്ചെടുക്കാം. പെരിഞ്ജീരകം ഇച്ചിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഒരിക്കൽ അവരുടെ കൊണ്ടുവന്നത് കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ കുക്കറിൽ നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് വറുത്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിനുശേഷം കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കുക്കറിൽ ഒത്തിരി കറിവേപ്പില കൂടെ ഇടണം കേട്ടോ. എന്നിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന സവാളയും കൂട്ടെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് ഒഴിച്ചിട്ട് ഒരു കുറച്ച് പഞ്ചസാരയും കൂടെ, ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പ് നോക്കണേ. എന്നിട്ട് മുട്ടയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പം ഉപ്പ് നോക്കി ടേസ്റ്റ് നോക്കി വാങ്ങാം. നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു.